ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ് ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وقال النبي صلى الله عليه وسلم من يريد الله به خيرا يفقهه في الدين وصدق رسوله النبي الكريم. ബഹുമാന ആദരവുള്ള ഉലമാക്കളെ, സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ, പ്രിയമുള്ള മുഅ്മിനുകളെ, കർമ്മശാസ്ത്രം എന്ന വിശാലമായ വിഷയത്തെ അധികരിച്ച് സംസാരിക്കാൻ എനിക്ക് ലഭിച്ചിട്ടുള്ള സമയം വെറും 20 മിനിറ്റായതിന്റെ പേരിൽ വെറും ആശംസകൾ മാത്രം നേർന്ന് അവസാനിപ്പിക്കാനേ നിർവാഹമുള്ളൂ എന്ന് തുടക്കത്തിലെ നിങ്ങളെ അറിയിക്കുകയാണ്. പരിമിതമായ ഈ സമയത്തിനുള്ളിൽ അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ബന്ധപ്പെടുന്ന വിവിധങ്ങളായ വിജ്ഞാന ശാഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർമ്മശാസ്ത്രമാണ് എന്നതാണ് വസ്തുത. ഈമാൻ വേണം, അത് ഒന്നാമതായി ഉണ്ടാകേണ്ടതാണ്. അതുള്ള ഒരു മുസ്ലിം കൈകാര്യം ചെയ്യുന്ന വിവിധ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. ഇത് നമുക്കിടയിൽ ഒരാൾ പണ്ഡിതനാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നതും ഈ വിഷയത്തിലുള്ള അവഗാഹത്തിനനുസരിച്ചാണ്. ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളിൽ പോയാൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ചില പണ്ഡിതന്മാരവിടെ കാണും. ഖുർആനിന്റെ തർജുമ എഴുതിയ പരിഭാഷപ്പെടുത്തിയ നേതാക്കന്മാരെ കാണും. ഹദീസുകൾ നിരവധി മനഃപ്പാഠമാക്കി ആളുകളുടെ മുന്നിൽ അവതരിക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടായെന്ന് വരും. പക്ഷെ അത്തരം ആളുകളെക്കുറിച്ചൊന്നും വലിയൊരു പണ്ഡിതൻ എന്ന് സാധാരണക്കാർ മുദ്ര കുത്താറില്ല. കർമ്മശാസ്ത്ര വിഷയത്തിൽ അവഗാഹം നേടി ഫത്വ കൊടുക്കാൻ യോഗ്യതയുള്ള ആളാണെങ്കിലേ ഇന്ന് പൊതുജനങ്ങൾ ആ വ്യക്തിയെക്കുറിച്ചൊരു പണ്ഡിതൻ എന്ന് വിലയിരുത്താറുള്ളൂ. നമ്മുടെ അഭിവന്യ നേതാവ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഖ്യ കാര്യദർശി ശൈഖുനാ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, ആമീൻ. ഈ വിഷയത്തിൽ ഒന്നാമതായി നമുക്ക് വെക്കാൻ പറ്റുന്ന വലിയൊരു പണ്ഡിതനാണ്. കേരളത്തിൽ വിവിധ പ്രസ്ഥാനങ്ങളുണ്ട്, അവക്കൊക്കെ പല നേതാക്കന്മാരുമുണ്ട്. അവർക്ക് ഖുർആനും ഹദീസും നീട്ടി വായിക്കുന്നവരും ഓതുന്നവരും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിവുള്ളവരുമൊക്കെയാണ്. പക്ഷേ ഇസ്ലാമികമായ ഒരു വിഷയത്തിൽ അതിന്റെ മതവിധി പറയാൻ അർഹതയില്ലാത്തതിന്റെ പേരിൽ അത്തരം പല പ്രസ്ഥാന ബന്ധുക്കളും ബഹുമാനപ്പെട്ട ശൈഖുനെ വന്ന് സമീപിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആയത്തുകൾ നീട്ടിയോതാൻ അറിയാത്തത് കൊണ്ടല്ല, പ്രസംഗിക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല. ഈ അടുത്തിടെ ഞാൻ ഓർക്കുകയാണ്, ഫറൂഖ് കരുവന്തിരുത്തി എന്ന ഭാഗത്ത് നിന്ന് ഒരു കുടുംബക്കാർ വരികയുണ്ടായി. അനന്തരാവകാശ വിഷയത്തിലുള്ള ഒരു അന്തിമ തീരുമാനമാണ് അവർക്ക് ആവശ്യം. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നീങ്ങുന്ന ആ പ്രസ്ഥാനത്തിന്റെ ആളുകളായി പ്രവർത്തിക്കുന്നവരാണ്.
അവരിൽ ഒരു നേതാവിന്റെ അരികിൽ പോയാൽ ഒരു വിധത്തിലാണ് മറുപടി പറഞ്ഞു കൊടുത്തത്. മറ്റൊരു നേതാവിന്റെ അരികിൽ പോയപ്പോൾ മറ്റൊരു വിധത്തിലാണ് ഇതിനുള്ള തീരുമാനം പറഞ്ഞത്. വിവിധ തീരുമാനങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ അവസാനം ഒരു അന്തിമമായ തീരുമാനത്തിലെത്താൻ സാധിക്കാത്തതിന്റെ കാരണത്താൽ ബഹുമാനപ്പെട്ട ശൈഖുനയുടെ അരികിൽ അവർ വരികയും ബഹുമാനപ്പെട്ട ശൈഖുന സൈനുൽ ഉലമ തുർശേരി ഉസ്താദ് അതിന് തീരുമാനം പറയുകയും ശർഇന്റെ യഥാർത്ഥ മതവിധി എന്താണ് എന്ന് അറിയിക്കുകയും ചെയ്തപ്പോൾ അവരൊന്നിച്ചത് അംഗീകരിച്ച് അതനുസരിച്ച് സ്വത്ത് ഓഹരി ചെയ്ത് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി എങ്കിൽ തളപ്പറ്റാൽ മുരട്ട് എന്ന് പറയുന്നത് പോലെ വിവിധ ആശയങ്ങളിലൂടെ ചിന്താഗതികളിലൂടെ പല പ്രസ്ഥാനത്തിന്റെ ആളുകളായി നീങ്ങുന്നവരാണ് എങ്കിലും അടിസ്ഥാനപരമായി ഇത്തരം വിഷയങ്ങൾ വരുമ്പോ കർമ്മശാസ്ത്രത്തിൽ അവഗാഹമുള്ള പണ്ഡിതരെ തേടിത്തെരഞ്ഞ് നടക്കേണ്ട ഗതികേടാണ് ഇത്തരം ഈ അവസ്ഥയിലും അവർക്കുള്ളത് എന്ന് നാം മനസ്സിലാക്കും. അതിനാൽ മുതഅല്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഏറെ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യേണ്ട വളരെയേറെ നാം സമയം ചെലവാക്കേണ്ട ഒരു മേഖലയാണ് കർമ്മശാസ്ത്രമാണല്ലോ കർമ്മശാസ്ത്രം എന്നതിന് അറബി ഭാഷയിൽ പറയുന്ന പദം. എന്ന വാക്കിന്റെ അർത്ഥം അറിവ്, സൂക്ഷ്മജ്ഞാനം എന്നൊക്കെയാണ്. ലഘുവിയായി നോക്കിയാൽ എല്ലാവിധ വിജ്ഞാനവും ലോകത്തെ നിലയിൽ ഫിഖ് എന്ന വാക്ക്. പക്ഷെ ഇസ്ലാമിന്റെ ആവിർഭാവത്തിന്റെ ശേഷം ഇസ്ലാമികമായ പഠനത്തിന് വേണ്ടി മാത്രം ഈ ഫിഖ് എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങി. ആ അർത്ഥത്തിലാണ് ഞാൻ ഓതിയ ഹദീസിലും മഹാനായ നബി തങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, അല്ലാഹു വല്ലവനെ കൊണ്ടും നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ യഫഖിഹു ഫിദ്ദീൻ, മതത്തിൽ അവനെ ഒരു വിവരമുള്ളവനാക്കി തീർക്കുമെന്ന്. അവിടെ കർമ്മശാസ്ത്ര പണ്ഡിതനാക്കും എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കർമ്മശാസ്ത്രവും വിശ്വാസപരമായ കാര്യങ്ങളും ആത്മസംസ്കരണം, തസവുഫ് സംബന്ധമായ കാര്യങ്ങളും അഖീദ സംബന്ധമായ വിഷയങ്ങളും തുടങ്ങി എല്ലാ വിജ്ഞാന ശാഖകളും ഉൾപ്പെടുന്ന പൊതുവെ ഇസ്ലാമിക വിജ്ഞാനം എന്ന യഫഖിഹു ഫിദ്ദീൻ എന്ന ഹദീസിലെ ഫിഖ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതേപോലെ മറ്റൊരു ഹദീസുണ്ട്, ഖിയാറുഹും ഫിൽ ജാഹിലിയ്യ, ഖിയാറുഹും ഫിൽ ജാഹിലിയ്യ, ഖിയാറുഹും ഫിൽ ഇസ്ലാമി ഇദാ ഫഖിഹു. വിവരമുള്ളവരായാൽ പഴയ കാലത്ത് ഉന്നതനും നേതാക്കളുമുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് വന്നാലും നേതാക്കളും ഉന്നതരും തന്നെയാണ് എന്ന് പറയുന്ന ഹദീസ്. അവിടെയും ഫിഖ് കൊണ്ട് ഉദ്ദേശം എല്ലാം ഉൾപ്പെടുന്നതാണ്. പക്ഷേ പിൽക്കാലത്ത് താബിഈങ്ങളുടെയും തബഉ താബിഈങ്ങളുടെയും കാലത്ത് ഫിഖ് എന്ന പദം കർമ്മശാസ്ത്രത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഇസ്തിലാഹ് അത് പിൽക്കാലത്ത് കടന്നു വന്നതാണ്. മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അൽ ഫിഖ്ഹുൽ അക്ബർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. സത്യത്തിൽ അത് വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അത്തരം വിജ്ഞാനങ്ങളൊക്കെയും ഉൾപ്പെടുന്ന ഒരു പദമായിരുന്നു പണ്ട് ഫിഖ് എന്നത്. പിൽക്കാലത്താണ് ഫിഖ് എന്നതിന് കർമ്മശാസ്ത്രപരമായ വിഷയത്തിന് മാത്രം പറയപ്പെടുന്ന അവസ്ഥ വന്നത്. ഇന്ന് ഫിഖ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യ അൽ അമലിയ്യ അൽ മുക്തസബ മിൻ അദില്ലതിഹ തഫ്സീലിയ. ബഹുമാനപ്പെട്ട ഉദ്ഘാടന പ്രസംഗത്തിൽ നിങ്ങൾ കേൾക്കുകയുണ്ടായി, ഉദ്ഘാടകൻ അത് സൂചിപ്പിക്കുകയുണ്ടായി. ഈ വിജ്ഞാന ശാഖ ഇസ്ലാമിക വീക്ഷണത്തിൽ ഇത് നടവന്നത് ഏത് കാലത്താണ് എന്ന്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇസ്ലാമിക വിജ്ഞാനങ്ങളെ വിവിധ ഇനങ്ങളായി തരംതിരിക്കപ്പെട്ടിരുന്നില്ല. നബി തങ്ങളുടെ മക്ക ജീവിതകാലം അഥവാ ഹിജ്റയുടെ മുമ്പുള്ള കാലഘട്ടം വിശ്വാസപരമായ കാര്യങ്ങൾ അരക്കെട്ടുറപ്പിക്കേണ്ട സമയമായിരുന്നു അത്. 40-ാമത്തെ വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ള 13 വർഷക്കാലം മക്കയിലാണല്ലോ ദീനീ പ്രബോധന പ്രവർത്തനത്തിന് നബി തങ്ങൾ നേതൃത്വം നൽകിയിരുന്നത്. ജനങ്ങളുടെ വിശ്വാസം ശരിപ്പെടുത്തേണ്ട സമയമായിരുന്നു അത്. മക്കീയായ സൂറത്തുകൾ പരിശോധിച്ചാൽ തൗഹീദിനെ കുറിച്ചാണ് കൂടുതലും അതിൽ പ്രതിപാദിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്നും അവൻ ഒരേ ഒരു ശക്തി മാത്രമാണ് എന്നും അതിന് വേണ്ട തെളിവുകളും ന്യായങ്ങളും ഒക്കെ വിശദീകരിക്കുകയുമാണ്. പാരത്രിക ലോക വിശ്വാസത്തെക്കുറിച്ചൊക്കെയുള്ള വിശകലനമാണ് മക്കീയായ സൂറത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുക. അത് കഴിഞ്ഞ 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് ഹിജ്റ പോയി 63 വയസ്സ് വരെയുള്ള 10 വർഷക്കാലത്തെ മദീന കാലഘട്ടത്തിലാണ്
കർമ്മപരമായ വിഷയങ്ങളിൽ കൂടുതൽ പ്രതിപാദനം നടത്തുന്നത്. നിസ്കാരം, നോമ്പിത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള ഇബാദത്തുകളെക്കുറിച്ചുള്ള വിശദമായ ചർച്ച നടത്തുകയുണ്ടായി. കച്ചവടം, പണയം, പലിശ തുടങ്ങിയ വ്യവഹാരങ്ങളെക്കുറിച്ചും കൊല, വ്യഭിചാരം, മദ്യപാനം, കളവ്, കവർച്ച തുടങ്ങിയ ക്രിമിനലുകളെക്കുറിച്ചും വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം തുടങ്ങിയ കുടുംബപരമായ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വിശാലമായ ചർച്ചകൾ വിശുദ്ധമായ ഖുർആനിൽ അതിന്റെ വിശദീകരണമെന്നോണം പ്രവാചകന്റെ തിരുസുന്നത്തുകളിൽ മദീന ജീവിതകാലത്ത് നമുക്ക് പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയും. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ ഖുർആൻ, ആ ഖുർആനിൽ കർമ്മപരമായ കാര്യങ്ങളുടെ വിശദീകരണം നമുക്ക് കാണാൻ കഴിയില്ല. പലതിനെക്കുറിച്ചുമുള്ള സൂചനകളെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. നിസ്കാരം 5 വഖ്താണ് എന്ന് പോലും വ്യക്തമായി ഖുർആനിൽ പറയുന്നില്ല. ബദീഹിയായി വളരെ സ്പഷ്ടമായ ഒരു മുസ്ലിമിനെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ് ഒരു മുസ്ലിമിന് നിർബന്ധമായ നിസ്കാരം ദിവസം 5 നേരമാണ് എന്ന്. പക്ഷെ 5 നേരമാണ് എന്ന് വ്യക്തമായി സ്വരീഹായി ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടല്ലേ ഒരു ദിവസം നിസ്കാരമുള്ളത് 3 വഖ്തേ ഉള്ളൂ എന്ന് ഇവിടെ ചേകരൻ മൗലവിയും തന്റെ അനുയായികളും വാദിച്ചു തുടങ്ങിയത്, വാദിക്കാൻ അവർക്ക് പ്രേരകമായത്, അതിന് വിശദീകരണം നടത്തിയത്, വിശുദ്ധമായ ഖുർആനിനെ മുന്നിൽ വെച്ച് അള്ളാഹുവിന്റെ വഹ്യ് മുഖേന വിശദീകരണം നൽകിയത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പക്ഷെ നബി തങ്ങളുടെ ഹദീസിലേക്ക് പരിശോധിച്ചാലും ഓരോ വിഷയം വ്യവസ്ഥാപിതമായി ക്രമപ്പെടുത്തി പറയുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയില്ല. വുദൂഇന്റെ ഫർളുകൾ ഇത്രയാണ്, വുദൂഇന്റെ ഷർത്ത് ഇത്രയാണ്, നിസ്കാരത്തിന്റെ ഫർള് ഇത്രയാണ് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയുകയില്ല. നിയമങ്ങളൊക്കെയും മൊത്തത്തിൽ പറയുകയും നബിതങ്ങൾ പ്രവർത്തിക്കുകയും അത് സഹാബാക്രം കണ്ട് അതേപോലെ പ്രാവർത്തികമാക്കുകയും ചെയ്തതേ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇട്ടുകൊണ്ടാണ് നബിതങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നത്. ഇന്നലെ ഇസ്ലാമിക ഗ്രന്ഥശാലയിൽ പോയാൽ ലക്ഷക്കണക്കായ കിതാബുകൾ, ഇസ്ലാമികമായ കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽപ്പെട്ട ഒരു കിതാബ് പോലും മഹാനായ നബിതങ്ങളുടെ കാലത്തുണ്ടായിരുന്നില്ല. ഒന്നിരായ സഹാബാക്കറാമിന്റെ കാലത്തും ഉണ്ടായിരുന്നില്ല. നബിതങ്ങളുടെ കാലത്ത് വിശുദ്ധമായ ഖുർആൻ പോലും ഉണ്ടായിരുന്നില്ല, ക്രമീകരിക്കപ്പെട്ടതായി. ഒന്നിരായ സഹാബത്തിന് മുന്നിൽ ഓതിക്കൊടുക്കും, ഒന്നിരായ സഹാബാക്കറാം അത് കേട്ടുപഠിക്കും, അത് വ്യവസ്ഥാപിതമായി ക്രോഡീകരിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരുന്നില്ല എന്ന്. ഇത്തരം കാര്യങ്ങളൊക്കെയും വ്യവസ്ഥാപിതമായി ക്രമീകരിക്കപ്പെട്ട് പിൻതലമുറക്കാർക്ക് ഉപകരിക്കുന്ന രൂപത്തിലാക്കപ്പെട്ടത് നിബിതങ്ങളുടെയും സഹാബത്തിന്റെയും ഒക്കെ കാലശേഷം താബീങ്ങളും തബൂ താബീങ്ങളും അടങ്ങുന്ന ഹിജ്റ 300-കൾക്കുള്ളിൽ ജീവിച്ചു മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരാണ്. മഹാനായ നിബിതങ്ങളുടെ കാലശേഷം, മഹാനായ നിബിതങ്ങളുടെ വഫാത്തിന്റെ ഉടനെ ഖുർആൻ ക്രോഡീകരിക്കപ്പെടാതെ കിടക്കുകയായിരുന്നല്ലോ. പിൽക്കാലത്തല്ലേ യമാമ യുദ്ധത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് യമാമ യുദ്ധത്തിൽ വിശുദ്ധമായ ഖുർആൻ മനപ്പാടമുള്ള നിരവധി സഹാബത്ത് വധിക്കപ്പെട്ടപ്പോൾ ഈ പോക്കുപോയാൽ സഹാബാക്കറാം ഇങ്ങനെ വധിക്കപ്പെട്ടാൽ പിൽക്കാലക്കാർക്ക് ഖുർആൻ ലഭിക്കാതെ പോകുമോ എന്ന് ഭയപ്പെട്ടതിന്റെ പേരിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഖുർആൻ ക്രോഡീകരിക്കണമെന്നൊരാശയം ഉദിക്കുകയും ഭരണാധിപൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ പോയി ആവശ്യപ്പെടുകയും ചെയ്തത്. ആ സമയത്തും സിദ്ദീഖ് തങ്ങൾ തിരികെ ചോദിച്ചത്, കൈഫ അഫ്അലു മാ ലം യഫ്അൽഹു റസൂലുള്ളാഹ്, കൈഫ അഫ്അലു മാ ലം യഫ്അൽഹു റസൂലുള്ളാഹ്. നബി തങ്ങൾ ചെയ്യാത്തൊരു കാര്യം എനിക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? നബി തങ്ങൾ ചെയ്യാത്തത് ബിദ്അത്തല്ലേ? ഖുർആൻ ക്രോഡീകരിക്കുക എന്ന പണി നബി തങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എനിക്കെങ്ങനെ അത് ചെയ്യാൻ സാധിക്കുമെന്ന ഉമർ തങ്ങളോട് സിദ്ദീഖ് തങ്ങൾ ചോദിച്ചത്. മഹാനവർകൾ അതിന് മറുപടി പറഞ്ഞത്, വല്ലാഹി ദാലിക ഖൈർ, ബഹുമാനപ്പെട്ട സിദ്ദീഖ് അവർകളെ നിബിധങ്ങൾ ചെയ്യാത്ത, നിബിധങ്ങൾ നിർദ്ദേശിക്കാത്ത, നേതൃത്വം നൽകാത്തൊരു പണിയാണ് ഖുർആൻ ക്രോഡീകരണം. പക്ഷേ ഇത് ഖൈറാണ്, ഗുണകരമാണ്, ഉത്തമമാണ്. ഇത് ആദ്യം മുതൽ അവസാനം വരെ വ്യവസ്ഥാപിതമായി ഇന്ന ആയത്തുകൾക്ക് ശേഷം ഇന്ന ആയത്ത്, ഇന്ന സൂറത്തുകൾക്ക് ശേഷം ഇന്ന സൂറത്ത് എന്ന രൂപത്തിൽ ക്രോഡീകരണം നടത്തിയാളെ പോയാൽ പിൽക്കാലക്കാർക്ക് ഖുർആൻ ലഭിക്കാതെ പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് എന്ന് വീണ്ടും വീണ്ടും ഉമർ തങ്ങൾ നിർബന്ധിച്ചാവശ്യപ്പെട്ടപ്പോഴാണ്, ചിന്തിച്ചാലോചിച്ചപ്പോൾ ഇത് തന്നെയാണ് സത്യം എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബോധ്യപ്പെടുകയും ഒന്നിരായ സഹാബാക്കറാമിന്റെ നേതൃത്വത്തിൽ ഖുർആൻ ക്രോഡീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിങ്ങൾക്കൊരു ഗ്രന്ഥം ലഭിച്ചു. ഖുർആൻ എന്ന അള്ളാഹുവിന്റെ കലാമുകൾ ക്രോഡീകരിക്കപ്പെട്ട മുസ്ഹഫ് എന്നതിനകത്ത് ആ ഗ്രന്ഥം നിലവിൽ വന്നു.
കാലം കറങ്ങി, ഒന്നിനായ സഹാബത്തിന്റെ കാലം തീർന്നു. ഹിജ്റ 99 ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം വന്നു. അതുവരെയും ഒരൊറ്റ ഹദീസ് പോലും ക്രോഡീകരിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ കാലത്ത് ഹദീസ് ക്രോഡീകരണത്തെക്കുറിച്ച് ചർച്ച വരികയുണ്ടായി. ഈ പോക്ക് പോയാൽ പിൽക്കാലക്കാർക്ക് ഹദീസുകൾ കിട്ടാതെ പോകുമോ എന്ന് ഭയപ്പെടുന്നുണ്ട്. ഒന്നിനായ സഹാബാക്രാം എല്ലാവരും മരണപ്പെട്ടു കഴിഞ്ഞു. അവരിൽ നിന്നും ആ കാലത്ത് ജീവിച്ചിരുന്ന താബീങ്ങൾ ഹദീസ് പഠിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞ വാക്കുകളും പ്രവർത്തനങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെയും ക്രോഡീകരിച്ചിട്ടില്ല. അതൊക്കെയും പല ആളുകളുടെയും മനസ്സിൽ മാത്രമേയുള്ളൂ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇബ്നു ശിഹാബ് അസ്-സുഹ്രി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഇതൊക്കെയും ക്രോഡീകരിക്കണം, അല്ലാതെ പോയാൽ ഈ ഹദീസുകൾ പിൽക്കാലക്കാർക്ക് കിട്ടാതെ പോകുമോ എന്ന് ഭയപ്പെടുന്നു എന്നറിയിച്ചതിന്റെ ശേഷമാണ് വിശുദ്ധമായ ഹദീസുകൾ ക്രോഡീകരിക്കാൻ തുടങ്ങുന്നത്. അതിന്റെ ശേഷമാണ് വന്യരായ പണ്ഡിതന്മാർ നിരവധി അനവധി ഈ ലോകത്തേക്ക് കടന്നു വരുന്നത്. ഹിജ്റ 1-ാം നൂറ്റാണ്ടിന്റെ ശേഷം ഹിജ്റ 2-ലും 3-ലുമൊക്കെ ജീവിച്ചു ഈ ലോകത്തിന് പലവിധ കാര്യങ്ങളും നേതൃത്വം നൽകി ഈ ഉമ്മത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തു തീർത്തവരാണ് താബീങ്ങളും തബഊ താബീങ്ങളും. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ നബി തങ്ങളുടെ കാലത്ത് ഗ്രന്ഥത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല, ഹദീസുകൾ ക്രോഡീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എല്ലാത്തിനുമുള്ള അവലംബം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. നബി തങ്ങളുടെ കാലശേഷം ഒന്നിനായ സഹാബാ കിറാം വിവിധ ഭാഗങ്ങളിലേക്ക് താമസം മാറ്റുകയുണ്ടായി. അറേബ്യയുടെ പല ഭാഗങ്ങളിലും അറേബ്യതരമായ രാജ്യങ്ങളിലുമൊക്കെ അവർ താമസിക്കാൻ വേണ്ടി പോയി. അവിടങ്ങളിൽ ആളുകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ഈ സഹാബികൾ തന്നെയായിരുന്നു. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ സഹാബികളോടാണ് സംശയം ചോദിച്ചിരുന്നത്. ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അവരതിന് മറുപടി പറയും. എല്ലാ ഹദീസുകളും എല്ലാ സഹാബികൾക്കും കിട്ടണമെന്നില്ല. നബി തങ്ങൾ ഒരു കാര്യം പറയുമ്പോ ആ സദസ്സിൽ ആരൊക്കെയാണോ ഉള്ളത് അവർക്ക് ആ കാര്യം കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിയും. അത് പിറകെ വല്ലപ്പോഴും മറ്റു വല്ല സദസ്സിലും പറയുമ്പോ അപ്പോഴും കേൾക്കാൻ കഴിഞ്ഞെന്ന് വരും. എന്നല്ലാതെ നബി തങ്ങളുടെ ഹദീസുകൾ മുഴുവനും എല്ലാ സഹാബികൾക്കും അറിയുമായിരുന്നില്ല. എന്തിനേറെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വിശുദ്ധമായ ഖുർആൻ ക്രോഡീകരിച്ചപ്പോൾ തന്നെ പല ആയത്തുകളും പല സഹാബികൾക്കും അറിയുമായിരുന്നില്ല. പല ആളുകളും കൂടിയാലോചിച്ച് മുശാവറ ചെയ്ത് ഒത്തൊരുമിച്ചുകൂടി ഇരുന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ആയത്തുകളുടെ ക്രോഡീകരണം നടത്തിയത് എന്ന് തിബിയാൻ പോലുള്ള കിതാബുകളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് കിട്ടിയ ആയത്തുകളുടെയും നിബിധങ്ങളിൽ നിന്നും പഠിച്ച വിവരത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒന്നിരായ സഹാബാക്കറാം ഫത്വകൾ നൽകി. വിവരമില്ലാത്ത ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ മറുപടി നൽകി. മറ്റേതെങ്കിലും നാട്ടിൽ നേതൃത്വം നൽകുന്നത് വേറെ സഹാബിയാവും. ആ സഹാബിയുടെ അറിവനുസരിച്ച് അദ്ദേഹം ആ നാട്ടിലുള്ള ആളുകളോട് സംശയത്തിന്റെ നിവാരണം പറഞ്ഞുകൊടുത്തു. ഇങ്ങനെയായപ്പോൾ പലപ്പോഴും പലവിധ തർക്കങ്ങളും പലപ്പോഴും വൈരുദ്ധ്യങ്ങളും കടന്നു വന്നിട്ടുണ്ട് എന്ന് ഒരു നാട്ടിലുള്ള സഹാബി പറഞ്ഞുകൊടുത്തതിന് വിരുദ്ധമായി ആയത്ത് ഹദീസുകൾ മനസ്സിലാക്കിയിട്ട് മറ്റൊരു സഹാബി വേറെ നാട്ടിൽ പറയുകയും വ്യവസ്ഥാപിതമായ ഒരു രൂപം ഇതിന് വരാത്തതിന്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്ന് താരീഖിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ വന്നപ്പോഴാണ് കർമ്മശാസ്ത്രത്തിന് അഥവാ കർമ്മപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വ്യവസ്ഥാപിതമായി എഴുതി തയ്യാറാക്കി ക്രോഡീകരിച്ച് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നു ഒന്നിരായ തബഊ താബീങ്ങളുടെ കാലത്ത് ചർച്ചയിൽ വരുന്നത്. അങ്ങനെയാണ് ഹിജ്റ 93 ജനിച്ചു 179 വഫാത്തായ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആദ്യമായ ഒരു ഫിഖ്ഹി ഗ്രന്ഥത്തിന് തുടക്കം കുറിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒന്നാമത്തെ ഫിഖ്ഹി കിതാബ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുഅത്തയാണ്. മുഅത്തയെക്കുറിച്ച് പലപ്പോഴും ആദ്യമായി രചിക്കപ്പെട്ട ഹദീസ് കിതാബാണ് എന്നും പറയപ്പെടാറുണ്ട്. മുഅത്ത ഓതിയ ആളുകൾക്ക് കണ്ടെത്താൻ കഴിയും. മുഅത്ത എന്നത് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഫിഖ്ഹ് കൈകാര്യം ചെയ്യുന്നതായ ഒരു കിതാബ്. ഇന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നതാണ് നിയമം, ഇന്നതാണ് ഹുക്മ് എന്നാണ് അതിൽ കാര്യമായും പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തേത് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്തയാണ്. ബഹുമാനപ്പെട്ടവർ ഖുർആനും ഹദീസുകളും വെച്ചോ ലക്ഷക്കണക്കായ ഹദീസുകളും മനഃപ്പാഠമാക്കി അത് വെച്ചോ നിയമങ്ങൾ കണ്ടെത്താൻ കഴിവുള്ള വ്യക്തിയായിരുന്നു. അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് അവർ വിഷയങ്ങൾ കണ്ടെത്തുന്നത്. മേലോടം പോയാൽ ആയത്ത് ഹദീസുകളുടെ ഉപരിതലങ്ങളിലൂടെ നീങ്ങിയാൽ ഉള്ളിന്റെ ഉള്ളിലുള്ള ആശയങ്ങൾ കണ്ടെത്താൻ കഴിയില്ല.
നാം ഒക്കെ ഫിഖ് പഠിക്കുന്നവരാണ്. ഫതുൽ മുഈൻ എന്ന കിതാബിന്റെ ആദ്യം മുതൽ അവസാനം വരെ നാം പഠിച്ചാൽ എത്രയെത്ര ഹുക്കുമകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫിഖിന്റെ കിതാബുകൾ പരിശോധിച്ചാൽ ലക്ഷക്കണക്കായ കോടിക്കണക്കായ ഹുക്കുമകളാണുള്ളത്. മനുഷ്യൻ ബന്ധപ്പെടുന്ന സകലമായ കാര്യങ്ങൾക്കും നിയമമുണ്ട്. ഈ ധരിച്ചിരിക്കുന്ന ഷർട്ട്, ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ എങ്ങനെയാണത് ധരിക്കേണ്ടത്, എങ്ങനെയാണ് ധരിച്ച വസ്ത്രങ്ങൾ ഊരിയെടുക്കേണ്ടത്, ഷർട്ട് ധരിക്കുമ്പോൾ ആദ്യം ഏത് കൈയാണ് ഊരിടേണ്ടത്, ആദ്യം ഏത് കൈയാണ് ഊരിയെടുക്കുമ്പോൾ ഊരിയെടുക്കേണ്ടത്, കാലിൽ ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ ആദ്യം ഏത് കാലിന്റെ ചെരുപ്പാണ് ധരിക്കേണ്ടത്, ഊരി വെക്കുന്ന സമയത്ത് ഏത് കാലിലെ ചെരുപ്പ് ആദ്യം ഊരി വെക്കേണ്ടത്, രാവിലെ കടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ രാത്രി കടക്കപ്പായിലേക്ക് ഉറങ്ങാൻ വേണ്ടി എത്തുന്നത് വരെ ഒരു മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ, വാക്കുകളുണ്ടോ, ചിന്തകളുണ്ടോ, അതിനൊക്കെയും വ്യവസ്ഥാപിതമായ നിയമമുണ്ട്. അത് ഒന്നുകിൽ വാജിബാണ്, അല്ലെങ്കിൽ ഹറാമാണ്, അല്ലെങ്കിൽ സുന്നത്താണോ, അല്ലെങ്കിൽ കറാഹത്താണോ, അല്ലെങ്കിൽ ജായിസാണ്. ഈ നിയമങ്ങൾ ഓരോന്നിനുമുള്ള ഹുക്കുമകൾ വ്യവസ്ഥാപിതമായി ഖുർആനിൽ നോക്കിയാൽ കാണാൻ കഴിയില്ല, അതേപോലെ ഹദീസുകളിൽ നോക്കിയാൽ കാണാൻ കഴിയില്ല. ആ വിശുദ്ധ ഖുർആനും ഈ ഹദീസുകളും മുന്നിൽ വെച്ചോ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നോ ഒന്ന് മറ്റൊന്നിന്റെ വൈരുദ്ധ്യം വരുമ്പോൾ അത് പരസ്പരം തത്വീക്ക് ചെയ്ത് ജംഅ ചെയ്തു അതിന് ഓരോ കാര്യങ്ങളും നിയമങ്ങളും സൂചിച്ചുള്ള പോലെ കടഞ്ഞെടുത്ത് വ്യവസ്ഥാപിതമായി രേഖപ്പെടുത്തി പിൻഗാമികളായ നമ്മുടെ മുന്നിൽ വെച്ചെത്തുന്നത് അത് മുജ്തഹിദീങ്ങളായ മദ്ഹബിന്റെ ഇമാമിയങ്ങളാണ്. മദ്ഹബിന്റെ ഇമാമിയങ്ങൾ അന്ന് ക്രോഡീകരിച്ച് തയ്യാറാക്കി വെച്ചത് ഇന്ന് എല്ലാ ബാബുകളിലും വ്യവസ്ഥാപിതമായി ഉള്ളൂ. അല്ലാത്ത ഒരുപാട് മുജ്തഹിദീങ്ങൾ പഴയ കാലത്തുണ്ടായിരുന്നു. ഈ പറയപ്പെട്ട 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ മാത്രമല്ല മുജ്തഹിദീങ്ങൾ. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇവർ മാത്രമല്ല മുജ്തഹിദീങ്ങൾ. അല്ലാത്ത 100 കണക്കിന് മുജ്തഹിദീങ്ങൾ അഥവാ വിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഹദീസുകളിൽ നിന്ന് നിയമങ്ങൾ കണ്ടെടുക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ നിയമങ്ങൾ കണ്ടെടുത്തിരുന്നു, അവർ തന്റെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു, മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷേ അവരുടെ കാലശേഷം അതൊന്നും വ്യവസ്ഥാപിതമായി ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. പലപ്പോഴും ഇത്തരം ഇമാമിയങ്ങളുടേത് ക്രോഡീകരിക്കുന്നത് അവരുടെ ശിഷ്യന്മാരായിരുന്നു. ഈ 4 ഇമാമിയങ്ങളുടേത് മാത്രമാണ് അടിസ്ഥാന നിദാന ശാസ്ത്രമടക്കം വ്യവസ്ഥാപിതമായി ക്രോഡീകരിച്ചിരിക്കുന്നത്. അത് അവലംബിക്കലേ ഇന്ന് നമുക്ക് നിർവാഹമുള്ളൂ, അത് അവലംബിക്കാനേ ഇന്ന് നമുക്ക് സാധ്യമാകും. നോക്കൂ നിങ്ങൾ, മഹാനായ നിബിധങ്ങളുടെ കാലത്തിന് ശേഷം 1400-ലധികം വർഷങ്ങൾ പിന്നിട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നാം. നമുക്ക് ഖുർആൻ നേരിട്ട് കേൾക്കാൻ അവസരം കിട്ടിയിട്ടില്ല. നിബിധങ്ങളെ നേരിൽ കണ്ടു നിബിധങ്ങളിൽ നിന്ന് നേരിട്ട് ദീൻ മനസ്സിലാക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ ആ ഖുർആനും ഹദീസുകളും ഒക്കെ രചിക്കപ്പെട്ടത് ഇവിടെ നിലനിൽക്കുകയും അതിൽ നിന്ന് എല്ലാ നിയമങ്ങളും കണ്ടെത്തി വ്യവസ്ഥാപിതമായി തയ്യാറാക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്യപ്പെട്ടത് നമ്മുടെ മുന്നിൽ ഉണ്ടാവുകയും ചെയ്തതുകൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിച്ചത്. അത്തരമൊരു പ്രവർത്തനം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ഗവേഷണ പണ്ഡിതന്മാർ നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ ഓർക്കുകയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചെയ്ത സേവനം എത്രത്തോളം വലുതാണ് എന്ന്. ഒരു സ്ഥലത്തൊരിക്കൽ ഒരുപാട് മുഹദ്ദിസീങ്ങൾ, ഹദീസ് പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുന്നുണ്ട്. അവരുടെ അരികിലേക്ക് ഒരു സ്ത്രീ ഒരു വിഷയം ചോദിക്കാൻ വേണ്ടി വന്നു. ഇന്ന കാര്യത്തിന്റെ ഹുക്കം എന്താണ് എന്നറിയാൻ ആ സ്ത്രീ വന്നത്. ഹദീസ് പണ്ഡിതന്മാരാണ് അവരാണ് ഫുഖഹാക്കൾക്ക്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്ക് ഹദീസുകൾ പറഞ്ഞു കൊടുക്കാൻ. ഈ സ്ത്രീ ഈ വിഷയം ചോദിച്ചപ്പോ അതിന്റെ ഹുക്കുമ പറഞ്ഞു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇന്നതാണ് അതിന്റെ ഹുക്കുമ എന്ന് പറഞ്ഞു കൊടുക്കാതെ ആ ഭാഗത്തതാ കുറെ മുസ്ലിയാക്കന്മാർ, കുറെ പണ്ഡിതന്മാർ, അവരെ പോയി നിങ്ങൾ ചോദിച്ചതുള്ളൂ എന്ന് ഈ സ്ത്രീയോട് പറഞ്ഞു. ഈ സ്ത്രീ നേരിട്ട് അപ്പുറത്തിരിക്കുന്ന പണ്ഡിതന്മാരുടെ അരികിലേക്ക് പോയി. അവർ ഫുഖഹാക്കള, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ. ഈ സ്ത്രീ ചെന്ന് ചോദിക്കപാടെ അവർ പറഞ്ഞു കൊടുക്കുകയുണ്ടായി അതിന്റെ ഹുക്കുമോ അതിന്റെ നിയമം ഇന്നതാണ് എന്ന്. ആ വിവരം അറിഞ്ഞു ആ സ്ത്രീ മടങ്ങിപ്പോകുമ്പോഴാണ് മുഹദ്ദിസീങ്ങൾ ആ സ്ത്രീയെ വിളിക്കുന്നത്. അവരോട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞു തന്നോ? അതെ.
എന്താണ് അവർ മറുപടി പറഞ്ഞത്? ഇന്നതാണ് അതിന്റെ ഹുക്കുമോ വാജിബെന്നോ ഹറാമെന്നോ അവർ പറഞ്ഞു കൊടുത്ത ഹുക്കുമോ ഈ സ്ത്രീ മുഹദ്ദിസീങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു. കേട്ടപാട് മുഹദ്ദിസീങ്ങൾ പറയുകയുണ്ടായി, നാമല്ലയോ അവർക്ക് ഹദീസുകൾ പറഞ്ഞു കൊടുക്കുന്നത്? നാം അങ്ങനെയുള്ള ഒരു ഹുക്കുമോ കണ്ടെത്താൻ പറ്റുന്ന അങ്ങനെ ഒരു ഹുക്കുമ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു ഹദീസ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ എവിടെ നിന്നാണ് അവർക്കത് ലഭിച്ചത്? മുഹദ്ദിസീങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടി ഫുഖഹാക്കളുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ സമീപത്തേക്ക് നീങ്ങി. അവിടെ ചെന്ന് ചോദ്യം ചെയ്തപ്പോ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മുഹദ്ദിസീങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ ഞങ്ങൾക്ക് ഹദീസിന്റെ ഉള്ളിൽ ആ വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ടല്ലോ. അവർ പറഞ്ഞു കൊടുത്ത ഹദീസുകൾ ഒന്നൊന്നായി ഓതി കൊടുക്കുകയും ഇന്ന ഹദീസിന്റെ ഉള്ളിൽ നിന്നും ആ സ്ത്രീ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഇന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ലേ എന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോഴാ മുഹദ്ദിസീങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് ഇത് ശരിയാണ്, യാഥാർത്ഥ്യമാണ് എന്ന്. അപ്പോഴാണ് അവർ പറഞ്ഞത്, നഹ്നു സയാദിറത്തുൻ വ അൻതുമുൽ അതിബ്ബാഉ, നഹ്നു സയാദിറത്തുൻ വ അൻതുമുൽ അതിബ്ബാഉ, ഞങ്ങൾ മരുന്ന് ശേഖരിക്കുന്നവരാ, നിങ്ങളാണ് ഡോക്ടർമാര്. നോക്കൂ, നിങ്ങൾ കുറുന്തോട്ടി എന്ന് പറയുന്നൊരു ചെടിയുണ്ട്. ഓരോ കിലോ അത് പറിച്ച് അത് വൈദ്യശാലയിൽ കൊണ്ടുപോയി കൊടുത്താൽ അതിന് ഇത്ര രൂപ വില കിട്ടും എന്ന പ്രതീക്ഷയിലാണ് സാധാരണക്കാർ പറമ്പിലും ഒക്കെ കാണുന്ന ഇത്തരം ചെടികൾ പറിച്ചെടുത്ത് വൈദ്യശാലയിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. അതിന് 1 കിലോ ഉണ്ടായാൽ ഇത്ര രൂപ കിട്ടും എന്നേ അവർക്കറിയൂ. അതിന്റെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് കൊണ്ടുചെന്ന് കൊടുക്കുന്നവർക്കറിയില്ല. കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ഈ കുറുന്തോട്ടി എന്ന് പറയുന്ന ചെടി കിട്ടിയാൽ ഏതൊക്കെ രോഗത്തിനുള്ള സിദ്ധൌഷധമായി മരുന്നായി അതിനെ മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ടെന്നറിയുമോ? അതൊന്നും അറിയാത്തവരാണ് ഇത് പറിച്ചു കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നവര്. അത്തരം മരുന്ന് ശേഖരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതിന്റെ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് ആഴത്തിൽ മനസ്സിലാക്കി ചിന്തിച്ച് ഗവേഷണം ചെയ്തു അതിന്റെ മതവിധികൾ കണ്ടെത്താൻ യോഗ്യതയുള്ളവർ നിങ്ങളാണ് എന്ന് പറഞ്ഞു മുഹദ്ദിസീങ്ങൾ ഫുഖഹാക്കളെ പ്രശംസിച്ചത് രേഖകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആ ഒരു പ്രവർത്തനം വന്നവർ നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നാം നമ്മുടെ കാലത്ത് എന്ത് ചെയ്യുമായിരുന്നു എന്നതിനെക്കുറിച്ച് നാം ആലോചിക്കേണ്ടത്. പിന്നെ പലപ്പോഴും പല ആളുകളും ചോദിക്കുന്നത്, സമയം തീർന്നതിനാൽ ഞാൻ ചുരുക്കുകയാണ്, പല ആളുകളും ചോദിക്കുന്നത്, കർമ്മപരമായ വിഷയങ്ങൾ വന്നാൽ നിങ്ങൾ വിശുദ്ധമായ ഖുർആനിലേക്ക് മടങ്ങണമെന്നും നിബിധങ്ങളുടെ സുന്നത്തിലേക്ക് മടങ്ങണമെന്നുമല്ലേ ഖുർആനിലുള്ളത്? മദ്ഹബിന്റെ 4 ഇമാമിങ്ങൾ എന്താണോ പറഞ്ഞു തന്നത് അതാണ് അവലംബിക്കേണ്ടത് എന്ന് എവിടെയും പ്രതിപാദിക്കുന്നില്ലല്ലോ എന്ന് കേട്ടാൽ തോന്നും ഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസുമല്ലാത്ത വേറെ അഞ്ചാമത്തെ മറ്റൊന്നാണ് എന്ന്. സത്യത്തിൽ എന്റെ മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടത് ഖുർആനും ഹദീസുമാണ് നമ്മുടെ അവലംബം. അതല്ലാത്ത മറ്റൊന്നുമേ നമുക്ക് പിൻപറ്റാൻ കഴിയില്ല, നമുക്ക് പിൻപറ്റാൻ പറ്റുകയില്ല. അല്ലെ മതങ്ങൾ പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ ലൻ തദല്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി, വിശുദ്ധമായ ഖുർആനും പ്രവാചകരുടെ ചര്യയും ഇത് മാത്രമേ മുസ്ലിങ്ങൾക്കുടെ നിദാനമാവും. സത്യത്തിൽ ഖുർആൻ ഹദീസ് ഇതാണ് നമ്മുടെ പ്രമാണമായുള്ളത്. ആ 2 പ്രമാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന വിശദീകരണമാണ് മദ്ഹബ് എന്നല്ലാതെ ഖുർആനും ഹദീസുമല്ലാത്ത മറ്റൊന്നല്ല. ഈ കാലത്ത് ജീവിക്കുന്ന ഇത് 2014, ഈ 2014 ജീവിക്കാൻ വിധിക്കപ്പെട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിയമം കിട്ടണമെന്നായാൽ അതിന്റെ മതവിധി എന്താണ് എന്ന് ായാൽ വിശുദ്ധമായ ഖുർആനോ അതേപോലെ തിരു ഹദീസുകൾ അടങ്ങിയിട്ടുള്ള കിതാബുകളോ അത്തരക്കാരുടെ കയ്യിൽ കൊടുത്താൽ അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സാബ് അദ്ദേഹത്തിന്റെ അരികിലേക്ക് ദിവസം ഒരുപാട് ആളുകൾ സംശയ നിവാരണത്തിന് വേണ്ടി എത്തുന്നുണ്ട്. ചമ്മാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം സേവനം ചെയ്തുകൊണ്ടിരിക്കും. രാവിലെ 8:30 മണിക്ക് വന്നു 9:15 വരെയുള്ള 3/4 മണിക്കൂറുള്ള ഒരു പീരിയഡ് ക്ലാസ് എടുത്ത് പുറത്തു വരുമ്പോഴേക്കോ ഒരു 3-4 ചെറുശ്ശേരി ഉസ്താദിനെ കാണാൻ വന്നതാണ്. എന്താ പ്രശ്നം? ത്വലാഖ് സംബന്ധമായ ഒരു പ്രശ്നത്തെക്കുറിച്ചുള്ള മതവിധി തേടാൻ വന്നതാണ്. മറ്റൊരു കുട്ടിയോട് ചോദിച്ചാൽ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് എന്തേ പ്രശ്നം? നിക്കാഹ് സംബന്ധമായ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. വേറെ കുട്ടർ കാസർകോട്ട് നിന്നു,
വാറക്കുട്ടർ മംഗലാപുരത്തിൽ നിന്ന് വിവിധങ്ങളായ വിഷയങ്ങളിൽ മതവിധികൾ തേടാൻ വേണ്ടി വന്നതാണ്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അവിടെ വന്ന് അവരോട് തിരിച്ചു പറയുകയാണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കൂ. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായാൽ എന്നെ സമീപിക്കണം എന്ന് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഖലീഫമാര് പറഞ്ഞിട്ടുണ്ടോ? ഖുലഫാഉർ റാഷിദീങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത്തരം പ്രശ്നങ്ങളുണ്ടായാൽ അതിന് പരിഹാരം ഖുർആൻ ഹദീസാണ്. അത് ഈ ഷെൽഫിൽ കാണുന്നു, അതെടുത്ത് മറിച്ചു നോക്കൂ എന്ന് ഈ സാധാരണക്കാർ വന്ന് മസ്അല ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറയാൻ തുടങ്ങിയാൽ ഈ സാധാരണക്കാർക്ക് അത് കണ്ടെത്താൻ കഴിയുമോ? നമ്മെപ്പോലെ അല്പം എന്തെങ്കിലുമൊക്കെ ഓതിപ്പടിച്ചിട്ടുള്ള പറയുന്നവർക്ക് കണ്ടെത്താൻ കഴിയുമോ? ഇല്ല. നാമൊക്കെയും ഈ വിഷയത്തിൽ പരമസാധാരണക്കാരനാണ്, വിവരമില്ലാത്ത ജാഹിലീങ്ങളാണ്. ഇത്തരം പണ്ഡിതന്മാർ അവലംബിക്കുന്നത് തന്നെ ഖുർആൻ ഹദീസെല്ലാം അതിൽ നിന്നും മതവിധികൾ കണ്ടെത്തി വളരെ വ്യവസ്ഥാപിതമായി ക്രോഡീകരിക്കപ്പെട്ട ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കി ഈ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രവർത്തനങ്ങൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നടത്തുന്നില്ല എങ്കിൽ, ഖുർആൻ ഹദീസുകൾ മാത്രം അവലംബിക്കുക എന്നും പറഞ്ഞ് നീങ്ങുകയാണ് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വാദിക്കുന്ന ആളുകളും മറ്റുള്ളവരെ അവലംബിക്കൽ നിർബന്ധമാണ്, തഖ്ലീദ് ചെയ്യൽ അനുകരിക്കൽ നിർബന്ധമാണല്ലോ. മറ്റുള്ള ആളുകൾ അനുകരിക്കാതെ വിവരമുള്ള ആളുകൾ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കലല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നാം വലിയ പ്രമുഖരായ മദ്ഹബിന്റെ ഇമാമിയങ്ങളോട് പിൻപറ്റുകയാണ്, ഇവർ ഇവരുടെ കുട്ടി മൗലവിമാരോട് പിൻപറ്റുകയാണ്. ഇതേ വ്യത്യാസമുള്ളൂ. നാം വടാവൃക്ഷങ്ങളായ പണ്ഡിതന്മാരോട്, ഇവിടെയുള്ള ഉദൂരികളെ പോലുള്ള, ഇവിടെയുള്ള വഹാബികളെ പോലുള്ള പുതിയ ചിന്താഗതിക്കാർ അവരിലുള്ള സാധാരണക്കാരായ മൗലവിമാരോട് ചോദിച്ചോ, അവരോട് അനുകരിച്ച് തഖ്ലീദ് ചെയ്ത് പിൻപറ്റുകയാണ്, നാം ഉന്നതരോട് പിൻപറ്റുകയാണ്. ഇതേ വ്യത്യാസമുള്ളൂ. അതിനാൽ ആ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ചെയ്ത സേവനങ്ങൾ വ്യവസ്ഥാപിതമായി ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനവലംബിച്ചുകൊണ്ട് നാം നീങ്ങുക. അവസാനമായ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളും വിശുദ്ധമായ ഖുർആനുമൊക്കെ ക്രോഡീകരിച്ച് ക്രമീകരിച്ച് തയ്യാറാക്കിയവരാണ് സഹാബത്തും താബീഈങ്ങളും. ആ ഖുർആൻ ഹദീസുകളിൽ നിന്ന് അത് മുന്നിൽ വെച്ച് ഗവേഷണം ചെയ്ത് ഇസ്ലാമിന്റെ മതവിധികൾ കണ്ടെത്തുകയും അത് ക്രോഡീകരിച്ച് വ്യവസ്ഥാപമാക്കുകയും ചെയ്തിട്ടുണ്ട് മുജ്തഹിദീൻ ഇമാമിയങ്ങൾ. ഈ കാര്യങ്ങളൊക്കെയും വളരെ വ്യവസ്ഥാപിതമായി ക്രമീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇന്ന് സമ്പൂർണമായി നിലവിലുമുണ്ട്. പക്ഷേ ഇവരെ തഖ്ലീദ് ചെയ്ത് അനുകരിച്ച് ജീവിക്കാൻ മാത്രം വിധിക്കപ്പെട്ട നമ്മെപ്പോലുള്ള ആളുകൾക്ക് ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്നുകൂടി നമുക്ക് പറയേണ്ടതുണ്ട്, നാം മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. നമുക്ക് എല്ലാം തീർന്നു, അവരൊക്കെയും ക്രോഡീകരിച്ചതിനാൽ ഇനി ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് നാം ധരിക്കരുത്. നാം ഒക്കെ കിതാബുകൾ പഠിക്കണം, അതേക്കുറിച്ച് നാം വേണ്ടതുപോലെ മനസ്സിലാക്കണം. അവരൊക്കെയും ക്രോഡീകരിച്ച ഫിഖ്ഹിന്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലണം. അത്യാധുനിക ലോകത്തോ അനുഭവിക്കുന്ന അത്യാധുനിക കാലത്തോ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ എന്തൊക്കെയാണോ പരിഹാരമെന്നോ അവർ പറഞ്ഞ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ കണ്ടെത്താൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആനും ഹദീസുകളും ഇജ്തിഹാദ് ചെയ്ത് ഗവേഷണം ചെയ്ത് ഇസ്തിംബാത്ത് ചെയ്ത് മനസ്സിലാക്കാനുള്ള വിവരമൊന്നും അതിനുള്ള യോഗ്യതയൊന്നും നമുക്കില്ല. നാം മുത്തലഖ് മുജ്തഹിദീങ്ങളല്ല. പക്ഷേ ആ മുജ്തഹിദീങ്ങൾ കണ്ടെത്തിയതായ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ ഖിയാമത്ത് നാൾ വരെ വരാനുള്ള സകലമായ കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ഇസ്ലാം അള്ളാഹുവിന്റേത്, അത് കാലികമാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും പ്രതിപാദിക്കുന്നത്. ഭൂതവും വർത്തമാനവും ഭാവിയും ഒരുപോലെ അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ കാലം ഇന്ന് പുരോഗതി പ്രാപിച്ചു. ഇന്റർനെറ്റിന്റെയും ടെക്നോളജിയുടെയും യുഗത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആധുനികമായ പല പ്രശ്നങ്ങളും ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം വിഷയങ്ങളാണ് ഇന്ന് പണ്ഡിതന്മാർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ബീജസങ്കലന മുതൽ ടെസ്റ്റ് ശിശു മുതൽ ക്ലോണിംഗ് സംവിധാനം മുതൽ മറ്റ് പലതും ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനപരമായ മതവിധികൾ ഇവരൊക്കെയും ക്രോഡീകരിച്ച് നമ്മുടെ മുന്നിൽ തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിലുണ്ട്. പക്ഷെ അതേക്കുറിച്ച് നാം ആഴത്തിൽ പഠിക്കണം. എന്നിട്ട് ഇന്നത്തെ കാലത്തിനനുസൃതമായി അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത ആളുകൾക്ക് നാം എത്തിച്ചു കൊടുക്കണം. ആ വലിയ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് എന്റെ മുന്നിലുള്ള മുതഅല്ലിമീങ്ങൾ എന്ന് വളരെ വിനയത്തോടുകൂടെ നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇവിടെ കൂടിയ മുതഅല്ലിമീങ്ങൾ ഇവരെ 99.4% ഉമ്മത്തിന്റെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവരാണ്. അറബി കോളേജിൽ പഠിക്കുന്നവരാ, പള്ളി ദർസിൽ പഠിക്കുന്നവരാണ്. മുസ്ലിം സമൂഹമാണ് നമ്മെ തീറ്റിപ്പോറ്റുന്നത്. നമ്മെ എന്തിനു വേണ്ടിയാണ് ഇത്ര ഭീമമായ സംഖ്യ ചെലവഴിച്ചുകൊണ്ട് തീറ്റിപ്പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നതെന്നറിയുമോ? ഓരോ
സ്ഥാപനവും ഇന്ന് നടത്താൻ ലക്ഷങ്ങളും കോടികളുമാണ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എവിടെ നിലനിൽക്കണം? ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ നിലനിൽക്കേണ്ടത് ഇസ്ലാമിന്റെ മതവിധികളാണ്. മഹാനായ നിബിധങ്ങൾ പറയുകയുണ്ടായി, ലിക്കുല്ലി ഷൈഇൻ ഇഖ്ബാലും വഇദ്ബാർ, ഏതേത് കാര്യങ്ങൾക്കും ഒരു പുരോഗതിയും അധോഗതിയുമുണ്ടോ. ഇസ്ലാമിന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ ദീനിനെ കുറിച്ച് ഭൂരിഭാഗം ആളുകളും വിവരമുള്ളവരാകുന്ന ഒരു കാലഘട്ടം വന്നാൽ അതാണ് ദീനുൽ ഇസ്ലാമിന്റെ പുരോഗതി. നേരെ മറിച്ച് ദീനിനെ കുറിച്ച് വേണ്ടതുപോലെ വിവരമില്ലാതെ തോന്നിയതുപോലെ ഫത്വ കൊടുക്കുന്ന, മതവിധി നൽകുന്ന ആളുകൾ ജീവിക്കുന്ന കാലഘട്ടമായാൽ അതാണ് ദീനുൽ ഇസ്ലാമിന്റെ അധപ്പതനത്തിന്റെ കാലഘട്ടമെന്ന് ഹബീബായ നിബിധങ്ങൾ പറഞ്ഞു. എങ്കിലും ഈ കാലത്ത് അങ്ങനെ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് ദീനിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഏറ്റെടുത്ത് ആ ദീനിനെ കുറിച്ച് യഥാർത്ഥ മതവിധികൾ എന്തൊക്കെയാണോ അത് പഠിച്ച ഉമ്മത്തിന് കൈമാറേണ്ട ബാധ്യതയുള്ളവരാ നാം ഒക്കെ എന്നോർക്കണം. അതിനാൽ ഫിഖ്ഹിൽ നാം സജീവമായി ശ്രദ്ധിക്കുക. ഭൗതികമായ പഠനങ്ങളിൽ വ്യാപൃതരായി കഴിഞ്ഞുകൂടുന്ന ആളുകൾ നമുക്കിടയിൽ എമ്പാടുമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഫിഖ്ഹിയായ വിഷയങ്ങളിലാണ് കൂടുതൽ അവഗാഹം നേടേണ്ടത്. ഞാനൊരൊറ്റ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ചെമ്മാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഒരു ബ്രാഞ്ചിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാബുദ്ദീൻ ഉസ്താദ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ ഇന്നാലിന്ന ഭാഷകൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്, ഇന്നാലിന്ന വിഷയങ്ങളൊക്കെയും ആധുനികമായി പഠിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ സമീപത്ത് ആ സ്റ്റേജിലുണ്ടായിരുന്ന MESന്റെ പ്രമുഖനായ ഒരു നേതാവ് എന്നോട് ചോദിക്കുകയുണ്ടായി, ഉസ്താദെ നിങ്ങൾ എവിടെയാ? ഞാൻ പറഞ്ഞു, ദാറുൽഹുദയിലെ ഒരു എളിയ ഉസ്താദായി ഖാദിമായി സേവനം ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹം അതിന്റെ പ്രിൻസിപ്പലല്ലയോ? പക്ഷേ അദ്ദേഹത്തെ പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഇത്തരം ഭാഷകൾ കൈകാര്യം ചെയ്യാൻ ഉറുദു ആകട്ടെ, ഇംഗ്ലീഷ് ആകട്ടെ, മറ്റു ചില ശാസ്ത്രീയമായ വിഷയങ്ങളാകട്ടെ, അതൊക്കെയും പഠിച്ച് വിവരമുള്ള ഒരുപാട് മുസ്ലിം നേതാക്കന്മാർ ഇന്ന് മുസ്ലിം സമുദായത്തിലുണ്ട്. അതിനൊന്നും കുറവില്ല. മേഖലകളിലും ഇന്ന് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായം ദാഹിക്കുന്നത്, മുസ്ലിം സമുദായത്തിൽ ദാരിദ്ര്യമുള്ളത് ദീനിന്റെ മതവിധികൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാ. അതിനു വേണ്ടിയുള്ള ആളുകളെ ഉണ്ടാക്കാനാ കാര്യമായി ശ്രമിക്കേണ്ടത് എന്ന് MESന്റെ ഉന്നത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖനായ നേതാവ് പറഞ്ഞുവെങ്കിലും ഇന്ന് മുസ്ലിം സമുദായത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് മതവിധികൾ അറിയുന്ന പണ്ഡിതന്മാരാ. ഉള്ള ആളുകൾ നഷ്ടപ്പെട്ടാൽ ആ സ്ഥാനം കീപ്പ് ചെയ്യാൻ പറ്റുന്ന, ആ സ്ഥാനം പരിഹരിക്കാൻ പറ്റുന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇന്ന് വളരെ കുറവാണ്. അതുകൊണ്ട് എന്റെ മുത്തഅല്ലിമീങ്ങളോട് പറയാനുള്ളത്, കമ്പ്യൂട്ടർ പഠിച്ച ആളുകൾ മുസ്ലിങ്ങളിൽ എമ്പാടുമുണ്ട്, മറ്റു ചില ശാസ്ത്രം പഠിച്ച ആളുകൾ എമ്പാടുമുണ്ട്, ഇംഗ്ലീഷ് ഭാഷയും ഉറുദുവും മറ്റു ചില ഭാഷകളും കൈകാര്യം ചെയ്യാൻ നമ്മുടെ സമുദായത്തിൽ എമ്പാടുമുണ്ട്. കർമ്മശാസ്ത്രത്തിൽ ഉള്ള ആളുകളാണ് കുറവ്. ഈ വിഷയത്തിൽ അവഗാഹം നേടുകയും പോരായ്മകളുണ്ടെങ്കിൽ ഉള്ള ആളുകളെ കണ്ടെത്തി, ഇതിൽ അവഗാഹം നേടിയ ആളുകളെ കണ്ടെത്തി അവരിൽ നിന്നും ഒരു റിസർച്ച് ചെയ്യാൻ, ഒരു തഖസ്സുസ് കോഴ്സിൽ പങ്കെടുത്ത് പഠിക്കാൻ, അങ്ങനെ ഈ മേഖല സമ്പുഷ്ടമാക്കാൻ നിങ്ങളാൽ ആവുന്നത് ചെയ്യണമെന്ന് അവസാനമായി ഓർമ്മപ്പെടുത്തി എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.